രാവിലെ ബാഗുമായി ഓട്ടോയിൽ ഇറങ്ങി വരുന്ന തൻവിയെ കണ്ടതും ജയ സംശയത്തോടെ അവളെ നോക്കി. ഗുഡ് മോർണിംഗ് അമ്മ, എന്താ ഇങ്ങനെ നോക്കണേ? അത് മോൾ ഇത്ര നേരത്തെ ബാഗുമായി? ഓ അതാണോ? ആര് ജോലി ആവശ്യത്തിനായി ബോംബെ വരെ പോയി. രാവിലെ ആയപ്പോൾ എനിക്കും വല്ലാതെ ബോറടിച്ചു. പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. വേഗം അച്ഛനോട് പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു. എന്താ ജയ, മോൾ അകത്തേക്ക് കയറ്റാതെ ചോദ്യം ചെയ്യാണോ? എല്ലാം കേട്ടുകൊണ്ട് രവിയും അങ്ങോട്ട് വന്നു. എന്തേ, നീ സ്വന്തം ചായ ഉണ്ടാക്കി കുടിക്കോ? നിന്റെ ഭാര്യ കെട്ടിളമ്മയെവിടെ? അടുക്കളയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന ആര്യയെ കണ്ടതും സാവിത്രിയുടെ ചോദ്യമുയർന്നു. ആര്യ ഒന്നും മിണ്ടാതെ ചായയുമായി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ആര്യയ്ക്ക് ഒന്നിലും ശ്രദ്ധയിരിക്കുന്നില്ല. അവൻ തൻവിയുടെ ഫോണിലേക്ക് വിളിച്ചു. അവൾ എടുക്കുന്നില്ല എന്ന് കണ്ടതും അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു. താരമോളെ, തനു എവിടെ? ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. ആര്യേട്ടൻ ബോംബെയിൽ പോയതുകൊണ്ട് വല്യേച്ചിക്ക് ഒരു മൂടുമില്ല. വന്നതുമുതലേ ഒറ്റ കിടപ്പില. ഓ എന്നാൽ ഉറങ്ങിക്കോട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. തനു അവളുടെ വീട്ടിലുണ്ടല്ലോ എന്ന സമാധാനത്തിൽ ആര്യ അധികമൊന്നും ചോദിക്കാതെ നിന്നില്ല. ഫോൺ വേഗം കട്ട് ചെയ്തു. ചേച്ചി, ആര്യേട്ടൻ അമ്മയുടെ ഫോണിൽ വിളിച്ചിരുന്നു. ചേച്ചി തിരിച്ചു വിളിച്ചോ? ആ വിളിച്ചിരുന്നു. ബെഡിൽ തിരിഞ്ഞു കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു. ഫോൺ എടുത്തില്ലെങ്കിൽ വീണ്ടും വിളിച്ചാലെന്താ? താര റൂമിൽ നിന്ന് പോയതും തനു ഫോൺ ഓപ്പൺ ചെയ്തുകൊണ്ട് പറഞ്ഞു. ഈ സമയം തന്നെ ആര്യയും ഫോണിൽ നോക്കി കിടക്കുകയാണ്. ഞാൻ ആദ്യം വിളിച്ചില്ലേ? മിസ് കോൾ കണ്ടാൽ ഒന്ന് വിളിച്ചാൽ എന്താ അവൾക്ക്? അവനും ഫോണിൽ നോക്കി പിറുപിറുക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ആവോ? ഞാൻ വിളിച്ചില്ലെങ്കിൽ ഉച്ചവരെ അങ്ങനെ കിടക്കുന്നവനാ. ഇഡ്ഡലി വായിലേക്ക് വെക്കാൻ നിന്നതും അവളുടെ ചിന്ത മുഴുവൻ ആര്യയെക്കുറിച്ചാണ്. തൻ്റെ വിഷാദഭാവം മറ്റുള്ളവർക്ക് മനസ്സിലാവാതിരിക്കാൻ തൻവിക്ക് നന്നായി അഭിനയിക്കേണ്ടി വരുന്നുണ്ട്. ആര്യ ചോദിച്ചതിന് മറുപടി പറയുക. നിൻ്റെ ഭാര്യ ഇതുവരെ വന്നിട്ടില്ല. എന്തേ, നിനക്ക് ഒന്നും പറയാനില്ലേ? ഇന്ന് രാവിലെ മുതൽ മൗനവ്രതത്തിലാണല്ലോ. വൈകിട്ട് കോളേജ് വിട്ട് വരുന്ന സമയമായിട്ടും തൻവിയെ കാണാത്തതുകൊണ്ട് ആര്യയോട് ചോദിച്ചു നടക്കുകയാണ് സാവിത്രി. അവൾ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോവേ? ആരോട് ചോദിച്ചിട്ട്? അവളുടെ ഭർത്താവായ എന്നോട് ചോദിച്ചിട്ട്. ഓ, അമ്മായി അമ്മയും അമ്മായി അച്ഛനും ആരാ അല്ലേ? തോന്നിയ പോലെ തീരുമാനം. അമ്മയ്ക്കിപ്പോൾ എന്താ? അവൾ പോയതിൻ്റെ ദുഃഖം. വേലക്കാരി പോയതിൻ്റെ ആണെങ്കിൽ ഏട്ടനോട് ഭാര്യയുടെ കയ്യിൽ പൂത്ത പണമില്ലേ? 4-5 വേലക്കാരിയെ വെക്കാൻ പറയും ഏട്ടനോട്. ആര്യ ഉച്ചത്തിൽ പറഞ്ഞ് അവൻ്റെ റൂമിലേക്ക് പോയി. സാവിത്രി, തൻവി മോൾ എവിടെ? റൂമിലേക്ക് കണ്ടിട്ട് 2 ദിവസമായല്ലോ. ചന്ദ്രനാണ്. അവൾ വീട്ടിൽ പോയതാണ്. എന്നാൽ ആ ഫോൺ ഇങ്ങത്താ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ചന്ദ്രേട്ടനൊന്ന് വെറുതെ ഇരുന്നേ. ഡോക്ടർ പറഞ്ഞതല്ലേ അധികം സംസാരിക്കരുത് എന്ന്. സാവിത്രി അതും പറഞ്ഞ് അവിടെ നിന്നും പോയി. ദേ തനു, കളിക്കല്ലേ, ഞാനൊന്ന് ഉറങ്ങട്ടെ. ആര്യ ഉറക്കത്തിൽ പറഞ്ഞുകൊണ്ട് ഞെട്ടി എഴുന്നേറ്റു. അവൻ ചുറ്റും നോക്കി. പിന്നെ അങ്ങനെ കിടന്നു. ബാത്റൂമിൽ നിന്നും ഇറങ്ങി ബാത്ത് ടവൽ ഒരു സൈഡിലേക്ക് എറിയാൻ നിന്നതും ആര്യ, തൻവിയുടെ ശബ്ദം മുഴുങ്ങുന്നത് പോലെ അവന് തോന്നി. അവൻ വേഗം അത് നിവർത്തി ഹാങ്കറിലിട്ടു. റൂമിൽ പരന്നു കിടക്കുന്നതെല്ലാം ഒതുക്കി വെച്ച് സോഫയിലേക്ക് ചാരിക്കിടന്നു. ഇരുവരുടെയും മനസ്സ് തിരമാല പോലെ ഉലയുകയാണ്. തനു ആണെങ്കിൽ ബുക്കും തുറന്നു വെച്ച് ഫോണിൽ നോക്കിയിരിക്കുകയാണ്. ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാളും ഒരു കോളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. തനു, സാലറി വന്നു. ഫോണിൽ മെസ്സേജ് സൗണ്ട് വന്നതും ആര്യ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. പിന്നെ അവൻ ഞെട്ടലോടെ ചുറ്റും നോക്കി. തൻവി കുളിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണ്. നെറ്റിയിലുള്ള സിന്ദൂരത്തിലേക്ക് അവളുടെ കൈ മെല്ലെ ചലിച്ചു. കോളേജിൽ പോകാൻ ഇറങ്ങുന്ന തൻവിയെ പിടിച്ചു നിർത്തി സിന്ദൂരം ചാർത്തി കൊടുക്കുന്ന ആ പഴയ രംഗം അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. അവൾക്കാകെ അസ്വസ്ഥതയിലാണ്. അവനുമായി മഴയത്ത് നടന്നതും അവനുമായി അവൾ ആസ്വദിച്ച ഓരോ രംഗവും അവൾ ഓർത്തോർത്തിയിരുന്നു. ഫോണിൽ മെസ്സേജ് ശബ്ദം വന്നതും തൻവി ഫോൺ ഓപ്പൺ ചെയ്തു നോക്കി. അക്കൗണ്ടിലേക്ക് പണം വന്ന മെസ്സേജായിരുന്നു. തൻവി ഫോണെടുത്ത് ആര്യയെ വിളിച്ചു. ഹലോ. മറുതലക്കൽ അവൻ്റെ ശബ്ദം കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. തൊണ്ടകൾ ഇടറിപ്പോയി. അവൾ മിണ്ടാൻ കഴിയാതിരിക്കുകയാണ്. തനു. അവളുടെ ശബ്ദം കേൾക്കാത്തതും ആര്യ അവളെ വിളിച്ചു. അവളൊന്ന് മൂളി. തനു. അവൻ വീണ്ടും വിളിച്ചു. ആര്യ. എന്തിനാ പണം അയച്ചത്? എനിക്ക് സാലറി വന്നു തനു. എനിക്ക് വേണ്ട ആര്യയുടെ പണം. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തോ, എനിക്കെന്താ? അവനും മുഖം വീർപ്പിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പറഞ്ഞു. എനിക്ക് നിൻ്റെ പണം വേണ്ടെന്ന് പറഞ്ഞില്ലേ? അത്രയും ശ്രദ്ധയുണ്ടെങ്കിൽ എൻ്റെ ലാപ്ടോപ്പ് കൊണ്ടുതാ. എന്തിനാ ഞാൻ കൊണ്ടുതരുന്നത്? എന്നെ തനിച്ചാക്കി പോയതല്ലേ നീ? ആര്യ പോകാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ എപ്പോൾ പറഞ്ഞു? നീ പറഞ്ഞതാ. ഇപ്പോൾ നുണ പറയാ. നീ നുണ പറയാ. നിനക്ക് എന്നെ കാണാതെ, ഞാനില്ലാതെ, എൻ്റെ ശല്യമില്ലാതെ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനല്ലേ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിച്ചത്? എന്നോട് മിണ്ടാതെ മുൻപത്തെ പോലെ എന്നോട് സംസാരിക്കാതെ നടന്നില്ല നീ? നിനക്കും എന്നെ വേണ്ടതായില്ലേ ആര്യ? അവൾ ഏങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു കളഞ്ഞു. ആര്യ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു.
പിന്നെ ഒരു പുഞ്ചിരിയോടെ ബുള്ളറ്റിൻ്റെ കീയും എടുത്ത് തൻവിയുടെ വീട് ലക്ഷ്യം വെച്ചുപോയി. അവൻ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറി ഡോർബെൽ അടിച്ചു വെയിറ്റ് ചെയ്തു. അമ്മ, ആര്യ ഏട്ടൻ. താര അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. വാ ഏട്ടാ. തനു പറഞ്ഞില്ലല്ലോ മോൻ വരുന്ന വിവരം. ജയ സാരിയുടെ മുന്താണിൽ കൈ തുടച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. തനുവിന് സർപ്രൈസ് കൊടുത്തതാ അമ്മ. അവൾ എവിടെ? വല്യാച്ചി റൂമിലുണ്ട് ഏട്ടാ. ആര്യ സ്റ്റെപ്പ് കയറി അവളുടെ റൂമിലേക്ക് നടന്നു. ജയയും താരയും മരുമോനെ സൽക്കരിക്കാനുള്ള ജോലിയിലും മുഴുകി. തനു ബെഡിൽ കമിഴ്ന്ന് കിടക്കുകയാണ്. അവന് ഫോൺ ചെയ്ത് വെച്ച ആ മൂഡിൽ തന്നെയാണ് അവൾ. ആര്യ ചാരിയിട്ട ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ഡോറിൽ ശബ്ദം കേട്ടതും തനു ഒന്ന് ചെരിഞ്ഞു നോക്കി. പ്രതീക്ഷിക്കാതെ ആര്യയെ റൂമിൽ കണ്ടതും അവൾ പിടഞ്ഞെഴുന്നേറ്റു. വിശ്വാസം വരാതെ അവനെ തന്നെ നോക്കി നിന്നു. എന്തിനാ എൻ്റെ വീട്ടിൽ വന്നേ? എന്നെ വേണ്ട പറഞ്ഞതല്ലേ? ഒരാഴ്ച ആയില്ലേ ഞാൻ വന്നിട്ട്? ഒന്ന് വിളിച്ചിട്ട് പോലും ചെയ്യാതെ, അവൾ ചുണ്ടുകൂർപ്പിച്ച് പറഞ്ഞുകൊണ്ട് ജനലിൻ്റെ അടുത്തേക്ക് പോയി പുറത്തേക്ക് നോക്കി നിന്നു. തനു, നീ അല്ലേ എന്നെ വിളിക്കാത്തത്? നീ അല്ലേ ഫോൺ എടുക്കാതിരുന്നത്? ഓ, ഒരു പ്രാവശ്യം വിളിച്ച് എടുത്തില്ലെങ്കിൽ വീണ്ടും വിളിക്കാതെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ച് കടമ തീർത്തില്ലേ? തനു, നിനക്ക് ഞാൻ ചേരില്ല. നിൻ്റെ അത്രയും വിദ്യാഭ്യാസമില്ല, നല്ലൊരു ജോലിയില്ല. നീ സ്വപ്നം കണ്ട നിൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള ഒന്നും എനിക്കില്ല. ദേ, ഇമാതിരി സംസാരം കൊണ്ടാ ഞാൻ അന്ന് ദേഷ്യപ്പെട്ടത്. ഒരു കാരണവുമില്ലാതെ എന്നോട് മിണ്ടാതെ നടന്നത് നീയല്ലേ? എന്നിട്ട് കുറ്റം മുഴുവൻ എനിക്കും. നീ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ തനു ഞാൻ പോകാൻ പറഞ്ഞത്? ഞാൻ പോകുമെന്ന് പറയുമ്പോൾ സമ്മതിക്കാ വേണ്ടത്? പുറത്തേക്ക് നോക്കി നിന്ന് അവൾക്ക് മറുപടി കൊടുത്തുകൊണ്ടിരുന്ന ആര്യയുടെ ഷർട്ട് ബാക്കിൽ വലിച്ചുകൊണ്ട് തനു ദേഷ്യത്തോടെ പറഞ്ഞു. അയ്യോ, കീറല്ലേ പൊന്നെ. എൻ്റെ ഭാര്യയെ കാണാൻ വരുമ്പോൾ ഒരുങ്ങിയിറങ്ങിയതാണ്. പുതിയ ഷർട്ടും ഇട്ട് കീറി കളയല്ലേ. ആര്യ വേഗം തിരിഞ്ഞു നിന്ന് അവിടെ കയ്യിൽ പിടിച്ചു. വേണ്ട ആര്യ, നിനക്ക് എന്നോടൊരു സ്നേഹവുമില്ല. എല്ലാം അഭിനയമാ. ആ വീട്ടിൽ എനിക്ക് സ്വന്തമായത് നീ മാത്രമാണ്. ആ നീയും എന്നോട് പോകാൻ പറഞ്ഞില്ലേ? സത്യം പറയൂ ആര്യ, നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്തത്? ആ വീട്ടിൽ നീ എത്ര ദിവസം എന്നോട് സംസാരിക്കാതെ നടന്നു? നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ആർക്ക് വേണ്ടിയാ ആ വീട്ടിൽ നിൽക്കേണ്ടത്? പറയൂ ആര്യ. തനു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് നെറ്റിമുട്ടിച്ച് നിന്നു. ഒരുപക്ഷെ ഇവരുടെ സംസാരം കേട്ടുവന്ന രവി അവൻ്റെ കൂടെ അവളെ ഇനി വിടുമോ? അഭിപ്രായം കമൻറ്റിൽ അറിയിക്കൂ. തുടർന്ന് വായിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ. താങ്ക്സ്.